എമ്പുരാൻ ഒരു ഹൈ ക്ലാസ് ഇൻ്റലക്ച്വൽ മൂവിയാണ്. നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്റ്റഫർ നോളൻ സിനിമകൾ പോലുള്ള സിനിമകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ട രീതിയിലുള്ള സിനിമയാണ്. എന്നാൽ മോഹൻലാൽ ഫാൻസിന് കൊടുക്കാനുള്ള നല്ല സാധനങ്ങൾ പൃഥ്വിരാജ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അത് ശരിക്കും ചർച്ച ചെയ്യാനുള്ള കുറേ നാളത്തേക്ക് ചർച്ച ചെയ്യാനുള്ളൊരു മൂവിയാണ്. ഈ സിനിമ കേരളത്തിൽ ഒരു ഫാൻസ് ഒഴികെയുള്ള ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഹൈ ലെവൽ ഇൻ്റലക്ച്വലായിട്ട് ക്ലാസിക്കൽ ലെവൽ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കൂടുതലായി ഇഷ്ടപ്പെടുന്നത്. പിന്നെ കേരളത്തിൻ്റെ പുറത്തോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഹിന്ദി മേഖലയിലോ ഒക്കെ വലിയ രീതിയിലുള്ള വിജയിക്കാൻ സാധ്യതയില്ല ഈ സിനിമ. എന്നാൽ ഈ പടം തരുന്നത് നല്ല ചിന്താശേഷിയുള്ളവർക്കും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ചകഞ്ഞന്വേഷിക്കുന്നവർക്കും നല്ല സിനിമാ പ്രേമികൾക്കും വളരെ നാളത്തേക്കുള്ള ഒരു സെലിബ്രേഷൻ തന്നെയാണ് ഈ സിനിമ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇതൊരു ഫുൾ ലെങ്ത് ആക്ഷൻ മൂവി അല്ല, ഇതൊരു കണ്ടന്റ് ബേസ്ഡ് മൂവിയാണ്. ക്യാരക്ടർ ബിൽഡിംഗ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേനും പടം ഹൈപ്പിലോട്ട് ഉയർന്നുയർന്ന് വരും. ആക്ഷൻ സീക്വൻസുകളും ഗൂസ്മൻ മൊമെന്റ്സുകളും പ്രത്യേകിച്ച് മോഹൻലാലിനെ മേക്ക് ചെയ്തേക്കുന്ന രീതികളിലും മോഹൻലാലിൻ്റെ ആക്ഷൻ സീൻസൊക്കെ വളരെ മികച്ച മേക്കിങ്ങിന് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു മോഹൻലാൽ ആരാധകനെ സംബന്ധിച്ച് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടം തന്നെയായിരിക്കും. ലൂസിഫറിൻ്റെ മുകളിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ടാണ്. പക്ഷേ അത് വേറൊരു പടം, ഇത് വേറെ പടം. ലൂസിഫർ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. ലൂസിഫർ ഹിറ്റാണ് എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം ലൂസിഫർ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇനിയും സിനിമകൾ പല സിനിമകൾ വേണ്ടേ. അപ്പം ഒരു കമ്പാരിസൺ നമുക്ക് ഇവിടെ പറ്റത്തില്ല. ലൂസിഫർ വേറൊരു സിനിമ, എമ്പുരാൻ വേറൊരു സിനിമ. ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ സെക്കൻഡ് തുടർച്ച എന്നുള്ള രീതിയിൽ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച സിനിമയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.